ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം ഹൈക്കോടതി നീട്ടി നൽകി. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന SITയുടെ ആവശ്യം പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കേസിന്റെ FIR ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ വിചാരണ കോടതിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. അന്വേഷണ പുരോഗതി സംബന്ധിച്ച മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ ബെഞ്ചിന് കൈമാറിയത്. നിലവിലെ 6 അറസ്റ്റുകളും ശാസ്ത്രീയ തെളിവ് ശേഖരണം പൂർത്തിയാക്കിയ കാര്യവും SIT കോടതിയെ അറിയിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം അംഗീകരിച്ച ദേവസ്വം ബെഞ്ച് SITക്ക് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകി. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഒരു ഭാഗവും അന്വേഷിക്കാതെ വിടരുതെന്നും നിർദ്ദേശിച്ചു. കേസിലെ FIR ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം വിചാരണ കോടതിയോട് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. രേഖകൾ നൽകാനാകില്ല എന്ന റാന്നി കോടതിയുടെ ഉത്തരവ് കോടതി റദ്ദാക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. അതിനിടെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. പ്രായം ഉൾപ്പെടെ പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. മീഡിയ 1 കൊച്ചി.